ഗുഡ് മോർണിംഗ് ടു ആൾ. എഡ്ജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസിൻ്റെ കൊമേഴ്സ് ക്ലാസ്സിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് BCOS 183 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇൻ ബിസിനസ് എന്ന് പറഞ്ഞ ഒരു സബ്ജക്റ്റാണ്. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ കാണുന്നത് എന്താണ് ഫണ്ടമെൻ്റൽസ് ഓഫ് ബ്ലോക്ക് 1 ഫണ്ടമെൻ്റൽസ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞതാണ് നമുക്ക് ആദ്യം നോക്കാനുള്ളത്. ബ്ലോക്ക് 2, ബ്ലോക്ക് 3, ബ്ലോക്ക് 4 ഒക്കെ ഉണ്ട്. ബ്ലോക്ക് 2 നമുക്ക് ഡാറ്റ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഡാറ്റ ഹാൻഡിൽ ചെയ്യുക എന്നാണ് പറയുന്നത്. ബ്ലോക്ക് 3 ആയിരിക്കുമ്പോഴേക്കും വേർഡ്, എക്സൽ, പവർ പോയിൻറ്റ് അങ്ങനത്തെ ആപ്ലിക്കേഷൻസ് കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ സബ്ജക്റ്റിൽ നോക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് ബ്ലോക്ക് 1 ഫണ്ടമെൻ്റൽസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞതാണ് നമുക്ക് ആദ്യം നോക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് എന്താണ് ഒരു കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡെഫിനീഷനാണ് ഫസ്റ്റ് വരുന്നത്. നിങ്ങളൊക്കെ ചെറുപ്പത്തിൽ എന്ന് വെച്ചാൽ ഒരു 5th സ്റ്റാൻഡേർഡ് തൊട്ടിട്ട് നമ്മളിപ്പോൾ 5th അല്ല 1st സ്റ്റാൻഡേർഡ് തൊട്ടിട്ട് തന്നെ ഇപ്പോൾ എന്തുണ്ട് കമ്പ്യൂട്ടറിനെ കുറിച്ചൊക്കെ നമ്മൾ കുട്ടികൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബേസിക് ഡെഫിനീഷൻ തന്നെയാണ് നമ്മളിവിടെ തുടങ്ങുന്നത്. കമ്പ്യൂട്ടർ ഇസ് എൻ ഇലക്ട്രോണിക് ഡിവൈസ്, ഇറ്റ് ഹാൻഡിൽസ് ലാർജ് സെറ്റ് ഓഫ് ഡാറ്റ. നമ്മൾ എന്ത് ചെയ്യുന്നു, പുറത്തുനിന്നുള്ള ഡാറ്റ ഇൻപുട്ടായിട്ട് നമ്മൾ സിസ്റ്റം റീഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ സിസ്റ്റത്തിലോട്ട് നമുക്ക് ഇൻപുട്ട് കൊടുക്കുന്നു, അതിനെ പ്രോസസ്സ് ചെയ്യുന്നു, അതിന് ഔട്ട്പുട്ട് ഡിവൈസ് വഴി നമുക്ക് തിരിച്ച് നമുക്ക് റിസൾട്ടായിട്ട് വരുന്നു. അതേ പ്രോസസ്സ് തന്നെയാണ് ഇവിടെയും പറയുന്നത്. എ കമ്പ്യൂട്ടർ ഇസ് ബേസിക്കലി എ ഇലക്ട്രോണിക് ഡിവൈസ് ദാറ്റ് ആക്സെപ്റ്റ് ഡാറ്റ, പെർഫോം ഓപ്പറേഷൻ ആൻഡ് ഗിവൺ ടു ആസ് എൻ ഔട്ട്പുട്ട് ഓർ റിസൾട്ട്. ഓക്കെ, അപ്പോൾ ഒരു സിസ്റ്റത്തിൽ എന്തൊക്കെ യൂണിറ്റ് ഉണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക? ദർ ഇസ് ഇൻപുട്ട് യൂണിറ്റ് ഉണ്ട്, ഔട്ട്പുട്ട് യൂണിറ്റ് ഉണ്ട്, സ്റ്റോറേജിന് വേണ്ടിയിട്ട് മെമ്മറി ഉണ്ട്, അങ്ങനെ എല്ലാതും ഉണ്ട്, സ്റ്റോറേജ് ഉണ്ട്, പ്രോസസ്സിംഗ് ഉണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ബേസിക് ഡെഫിനീഷൻ ഓഫ് എ സിസ്റ്റം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. പിന്നെ സ്മാർട്ട് ഫോൺ റീപ്ലേസിങ് എ കമ്പ്യൂട്ടർ. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഒരു കമ്പാരിസൺ പറയുകയാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ മുന്നേ സിസ്റ്റം യൂസ് ചെയ്തിരുന്ന എല്ലാ ഫെസിലിറ്റിയും നമുക്ക് എവിടെ അവൈലബിൾ ആണ്? ഒരു സ്മാർട്ട് ഫോണിൽ അവൈലബിൾ ആണ്. നമുക്ക് ഏതെങ്കിലും ആപ്ലിക്കേഷൻസ് എടുക്കാം, മെയിൽ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഡ്രൈവ് ഓപ്പൺ ആക്കാം, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും വേർഡ് പ്രോസസ്സിങ് ആപ്പുകൾ അവൈലബിൾ ആണ്. അങ്ങനെ നമുക്കൊരു സിസ്റ്റം വെച്ച് നമ്മൾ ഈ ചെയ്തിരുന്ന എല്ലാ ഫെസിലിറ്റിയും നമുക്കിപ്പോൾ എവിടെ അവൈലബിൾ ആണ്? സ്മാർട്ട് ഫോണിൽ അവൈലബിൾ ആണ്. അപ്പോൾ സ്മാർട്ട് ഫോൺ റീപ്ലേസിങ് എ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് കൂടി ഒരു ഇതും കൂടി നമ്മൾ ഈ സബ്ജക്റ്റിൽ ഭാഗമായിട്ട് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഒരു കമ്പ്യൂട്ടർ ഡെവലപ്പ് ചെയ്ത ഒരു സ്റ്റേറ്റ് തൊട്ടിട്ടുള്ള ഇപ്പോൾ നമ്മൾ കറൻ്റ്ലി നിൽക്കുന്ന 6th ജനറേഷൻ വരെ ഉള്ളതാണ് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഇവല്യൂഷനിൽ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ജനറേഷൻ ഏതാണ്? 1940 to 56 വരെയാണ് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് വരുന്നത്. 1940 to 56. അതിലെന്താണ് നമ്മൾ ആദ്യത്തെ ഒരു ടെക്നോളജി എന്ന് പറയുന്നത് വാക്വം ട്യൂബ്സ് ആണ് അതിൽ നമ്മൾ യൂസ് ചെയ്തിരുന്നത്. വാക്വം ട്യൂബ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വിചാരിച്ചാൽ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും നിങ്ങൾ, എന്താണ് നമ്മുടെ സിസ്റ്റത്തിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഒരു റൂമിൻ്റെ അത്ര ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞിരുന്നത് അല്ലേ. അപ്പോൾ എന്ന് വെച്ചാൽ വെരി ലാർജ് സൈസായിരുന്നു. ഒരു എൻറ്റയർ റൂമിൽ ഹോൾഡ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്തത് 1940. അത് തന്നെ എന്താണ് മെമ്മറി ആയിട്ട് നമ്മൾ യൂസ് ചെയ്തിരുന്നത് മാഗ്നറ്റിക് ഡ്രം മെമ്മറീസ് ഒക്കെ ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്പറേഷൻ എന്ന് പറയുന്നത് ചെറിയ ചെറിയ രീതിയിലുള്ള അരിത്തമെറ്റിക് കാൽക്കുലേഷൻസ് മാത്രമാണ്. അത് നമ്മൾ എന്ത് ലാംഗ്വേജ് ആണ് യൂസ് ചെയ്തിരുന്നത്? മെഷീൻ ലാംഗ്വേജ് മാത്രമാണ് യൂസ് ചെയ്തിരുന്നത്. പിന്നെ ആ ഒരു വാക്വം ട്യൂബ്സ് കൊണ്ടുള്ള ഒരു പ്രോബ്ലം എന്താണെന്ന് വിചാരിച്ചാൽ അത് ഒരുപാട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തിരുന്നു. അപ്പോൾ ആ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തത് അതിലുള്ള സെൻസിറ്റീവ് എക്യുപ്മെൻറ്റ്സ് വരെ കേടുവന്നു തുടങ്ങി. അങ്ങനെ ഒരു ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തു. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിരുന്നില്ല, ഒരു സിസ്റ്റത്തിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയിരുന്നില്ല. പിന്നെ നമ്മളൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ഒന്നുമില്ല. സിസ്റ്റത്തിന് ആകെ അറിയാവുന്ന ലാംഗ്വേജ് മെഷീൻ ലാംഗ്വേജ് മാത്രമാണ്. മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ 0s and 1s മാത്രമുള്ള ഒരു ഡാറ്റ മാത്രമാണ് അതിന് റീഡ് ചെയ്യാൻ പറ്റിയിരുന്നത്. പിന്നെ ആ സമയത്ത് നമ്മൾ ഡെവലപ്പ് ചെയ്ത സിസ്റ്റംസ് എന്ന് പറയുന്നത് യൂണിവാക് ആൻഡ് ഏനിയാക് ആണ്. യൂണിവാക്കിൻ്റെ യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ, ഏനിയാക്കിൻ്റെ ആണെങ്കിൽ ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇൻറ്റഗ്രേറ്റർ ആൻഡ് കമ്പ്യൂട്ടർ എന്നാണ് ഡെഫിനേഷൻ വരുന്നത്. ഈ 2 സിസ്റ്റമാണ് ആദ്യമായിട്ട് നമ്മൾ 1940s വേക്വം ട്യൂബ്സ് വെച്ചിട്ട് ഡെവലപ്പ് ചെയ്ത 2 സിസ്റ്റംസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്
നെക്സ്റ്റ് സെക്കൻഡ് ജനറേഷൻ ആയപ്പോൾ 1956 to 63 വരെയുള്ള ഒരു കാലയളവിലാണ് സെക്കൻഡ് ജനറേഷൻ എന്ന് പറയുന്നത്. നമ്മൾ വാക്യൂം ട്യൂബ്സിൻ്റെ പ്രോബ്ലംസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ഡെവലപ്പ് ചെയ്തു? ട്രാൻസിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ടെക്നിക്സ് ആണ്, അല്ലെങ്കിൽ ആ ഒരു ടെക്നോളജി ഡെവലപ്പായി. ട്രാൻസിസ്റ്റേഴ്സ് എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ നമ്മുടെ സിസ്റ്റത്തിൻ്റെ സൈസ് ഒന്നും കൂടി കുറയ്ക്കാൻ പറ്റി, ഫാസ്റ്ററായി, കുറച്ചും കൂടി ചീപ്പർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആവുന്ന ഒരു സിസ്റ്റത്തിൻ്റെ ഒരു റേറ്റ് ഒന്നും ആയിരുന്നില്ല അന്ന്. എന്ന് വെച്ചാൽ വാക്യൂം ട്യൂബ്സിൻ്റെ അതിനേക്കാളും കുറച്ചും കൂടി ചീപ്പർ റേറ്റിൽ നമുക്ക് സിസ്റ്റം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി തുടങ്ങി. പിന്നെ ഇതിന് കുറച്ചും കൂടി ഫസ്റ്റ് ജനറേഷനിൽ എങ്ങനെയായിരുന്നു? കുറേ പവർ കൺസംഷൻ കൂടുതലായിരുന്നു. ഇതിലെങ്ങനെയാണെന്ന് വിചാരിച്ചാൽ കുറച്ചും കൂടി പവർ കുറവ് മതി, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. വാക്യൂം ട്യൂബ്സിൻ്റെ അത്ര പ്രോബ്ലംസ് ഇല്ല, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും എന്തായിരുന്നു? ഡാമേജിങ് സെൻസിറ്റീവ് പാർട്സിനെ ഡാമേജ് ചെയ്യാനുള്ള ഒരു റീസൺ കൂടി അത് മാറിയിരുന്നു. പിന്നെ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ ഡെവലപ്പ് ചെയ്തു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കോബോൾ, ഫോർട്രാൻ, ആൽഗോൾ അങ്ങനത്തെ പറഞ്ഞിട്ടുള്ള ലാംഗ്വേജുകളൊക്കെ ആ ഒരു ടൈമിൽ ഡെവലപ്പായി. കോബോളിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് കോമൺ ബിസിനസ് ഓറിയൻറ്റഡ് ലാംഗ്വേജ് എന്നാണ്. ഫോർട്രാൻ വരുന്നത് ഫോർമുല ട്രാൻസ്ലേഷൻ, ആൻഡ് ആൽഗോൾ അൽഗറിതമിക് ലാംഗ്വേജ്. ഇത് മൂന്നുമാണ് അന്ന് ഡെവലപ്പ് ചെയ്തിരുന്ന 3 ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് ജനറേഷൻ കഴിഞ്ഞാൽ അടുത്തതാണ് നമ്മുടെ തേർഡ് ജനറേഷനിലോട്ട് പോവാം. തേർഡ് ജനറേഷൻ്റെ ടൈം എന്ന് പറയുന്നത് 1964 to 71 ആണ്. ഇതിൽ നമ്മൾ ഇൻ്റഗ്രേറ്റഡ് ചിപ്സ്, IC ചിപ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇപ്പോഴും നമ്മൾ IC ചിപ്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് ചിപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ വാക്യൂം ട്യൂബ്സിൻ്റെയും ട്രാൻസിസ്റ്റേഴ്സിൻ്റെയും ഒക്കെ പ്രോബ്ലം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്ത ഒരു മെയിൻ അഡ്വാൻറ്റേജ് ആയിരുന്നു ഇത് IC ചിപ്സിൻ്റെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അത് എന്ത് വന്നു? സ്പീഡ് കൂട്ടാൻ അല്ലെങ്കിൽ എഫിഷ്യൻസി കൂട്ടാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ. കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്ന ആ സൈസ് ഒരു എന്താണ്, നമ്മുടെ ഒരു സിംഗിൾ ചിപ്പിൽ CPU എന്നൊക്കെ പറയുന്ന ആ ഒരു സിംഗിൾ ചിപ്പിലേക്ക് ഒരു സ്മോളർ സൈസിലോട്ട് എത്തിക്കാൻ ഏതിൻ്റെ ഡെവലപ്മെൻറ്റ് വന്നു? ലാർജ് സ്കെയിൽ ഓർ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടിൻ്റെ ഡെവലപ്മെൻറ്റ് വന്നു. ഇതിലാണ് നമ്മൾ എന്ത് വന്നു? കീബോർഡ്സ്, മോണിറ്റേഴ്സ്, OS അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്തത് ഏതാണ്? ഈ ഒരു തേർഡ് ജനറേഷൻ സിസ്റ്റംസ് വന്നപ്പോഴാണ്. IBM 360 എന്നൊക്കെ പറയുന്നത് അത് ആ ഒരു ടൈമിൽ ഡെവലപ്പ് ചെയ്ത സിസ്റ്റത്തിനുള്ള എക്സാമ്പിൾസ് ആണ്. ഈ തേർഡ് ജനറേഷൻ കഴിഞ്ഞാൽ അടുത്തത് വരുന്നതാണ് നമ്മുടെ ഫോർത്ത് ജനറേഷൻ. അവരുടെ ടൈം പീരീഡ് എന്ന് പറയുന്നത് 1970 to 2010 വരെയുള്ളത്. അപ്പോൾ നമുക്കറിയാം ഒരു 2010 വരെയൊക്കെ ആകുമ്പോഴേക്കും എന്താണ്, തൗസൻഡ്സ് ഓഫ് IC ചിപ്സ് ഇൻ എ സിംഗിൾ ചിപ്പ് അങ്ങനെയായി മാറി. എന്ന് പറഞ്ഞാൽ നമുക്കൊരു മദർ ബോർഡിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കുറേ ചിപ്സുകൾ. നിങ്ങൾ എപ്പോഴെങ്കിലും ഗൂഗിളൊക്കെ ഒന്ന് സെർച്ച് ചെയ്തിട്ട് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ചിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പിന്നുകളൊക്കെ ഉള്ള ഒരു ചെറിയൊരു റെക്ടാങ്കിൾ ഷേപ്പിലുള്ള ഒരു പിക്ചർ നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ ഒന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ മൈക്രോ പ്രോസസ്സേഴ്സ് എന്നുള്ള ഒരു ടെക്നോളജി, ഇപ്പോൾ നമ്മൾ പറയുന്ന പ്രോസസ്സേഴ്സ് എന്നുള്ളതിൻ്റെ നമ്മൾ വിളിക്കുന്നതാണ് എന്ത്? മൈക്രോ പ്രോസസ്സേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റോട് കൂടി. എന്ന് പറഞ്ഞാൽ മൈക്രോ പ്രോസസ്സേഴ്സ് എന്ന് പറഞ്ഞാൽ തൗസൻഡ്സ് ഓഫ് IC ചിപ്പ് ഇൻ എ സിംഗിൾ സിലിക്കൺ ചിപ്പ്. അതാണ് ഏത്? മൈക്രോ പ്രോസസ്സേഴ്സ് എന്ന് പറയുന്നത്. ഇതെന്താണ്? നമ്മുടെ സൈസ് എന്ന് പറയുന്നത് തേർഡ് ജനറേഷൻ്റെ സിസ്റ്റത്തിനേക്കാളും നമുക്ക് ലാപ്ടോപ്പ്, നോട്ട്ബുക്സ് അങ്ങനത്തെ ഒരു അഡ്വാൻസ്ഡ് ടെക്നോളജി ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്തത് ഏതാണ്? ഫോർത്ത് ജനറേഷൻ സിസ്റ്റംസ് ആണ്. അതിലെ ഒരു ഡെവലപ്മെൻ്റ് ആണ് IBM ഇൻട്രൊഡ്യൂസ് ചെയ്തു ഫോർ ഹോം യൂസേഴ്സ്. 1981 സിസ്റ്റംസ് കൊണ്ടുവന്ന IBM എന്ന് വെച്ചാൽ നമുക്ക് പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് നമ്മൾ സിസ്റ്റം യൂസ് ചെയ്ത് തുടങ്ങിയത് IBMൻ്റെ ആ ഡെവലപ്മെൻറ്റോട് കൂടിയിട്ടാണ്. പിന്നെ ആപ്പിൾ മാക്കിൻടോഷിൻ്റെ 1984 ആപ്പിൾ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തു. പിന്നെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കായിട്ട് കണക്ട് ചെയ്തത് ഈ ഫോർത്ത് ജനറേഷനിലാണ്. നമുക്ക് നെറ്റ്വർക്ക് യൂസ് ചെയ്തിട്ട് സിസ്റ്റത്തിൽ ഡാറ്റ ഷെയർ ചെയ്യാനും വേറൊരു നെറ്റ്വർക്കിൽ കണക്റ്റായ ഡിവൈസിലുള്ള കമ്മ്യൂണിക്കേഷൻ നടത്താനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്തത് ഈ ഒരു ഫോർത്ത് ജനറേഷനോട് കൂടിയിട്ടാണ്. അതുപോലെ GUI ആപ്ലിക്കേഷൻസ് ഒക്കെ വന്നു. ടെക്സ്റ്റ് ബേസ്ഡ് ആപ്ലിക്കേഷൻ മാറിയിട്ട് നമ്മൾ GUI ഗ്രാഫിക്കൽ യൂസർ സപ്പോർട്ടോട് കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. മൗസ്, ലാപ്ടോപ്പ് അഡ്വാൻസ്ഡ് ടെക്നോളജി ഒക്കെ ഡെവലപ്പ് ചെയ്തത് ഏത് ജനറേഷനിലാണ്? ഫോർത്ത് ജനറേഷനിലാണ്. അടുത്തത് നമുക്ക് ഏതാണ്? ഫിഫ്ത്ത് ജനറേഷൻ എന്ന് പറയുമ്പോൾ 2010 തൊട്ട് 2020 വരെ ഉള്ളത്. പാരലൽ പ്രോസസ്സിംഗ് ആൻഡ് ഇൻ്റലിജൻറ്റ് പ്രോഗ്രാമിംഗ് ആണ് മെയിൻ ടെക്നിക് എന്ന് പറയുന്നത്. ഏതിൽ? ഫിഫ്ത്ത് ജനറേഷനിൽ വരുന്നത് ഏതാണ്? AIയുടെ ഡെവലപ്മെൻറ്റ് വന്നു. സയൻസ് ഫിക്ഷൻ മൂവീസ്, നിങ്ങൾ ടെർമിനേറ്റർ മൂവീസൊക്കെ കണ്ടിട്ടുണ്ടാവും. പിന്നെ ഇപ്പം നിങ്ങൾ സ്ട്രേഞ്ചർ തിങ്സിൻ്റെ ഒക്കെ സീരീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതൊക്കെ എന്താണ്? സയൻസ് ഫിക്ഷൻ മൂവീസാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഡെവലപ്മെൻ്റ് ഒക്കെ വന്നത് ഏതാണ്? നമ്മുടെ ഫിഫ്ത്ത് ജനറേഷനോട്
കൂടിയിട്ടാണ്. മെഷീൻ എന്നൊക്കെ പറയുന്നത് നമ്മളെന്താണ് സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ആയി തുടങ്ങി. അങ്ങനെയുള്ള കൺസെപ്റ്റൊക്കെ നമുക്കിവിടെ വന്നത് ഏതാണ്, റോബോട്ട്സ് ഡെവലപ്മെൻറ്റ് വന്നു. മെഡിക്കൽ സയൻസിലൊക്കെ നമ്മൾ സിസ്റ്റംസ് യൂസ് ചെയ്യാൻ തുടങ്ങി. അതൊക്കെ ഇതിലാണ് 5th ജനറേഷനാണ്. ഇനി കറൻ്റ്ലി ലാസ്റ്റ് വൺ ഇസ് ദ 6th ജനറേഷൻ. 2020 ആൻഡ് ഓൺവേർഡ്സ് വരുന്നതൊക്കെ നമ്മളിപ്പോൾ കറൻ്റ്ലി ഇൻ 6th ജനറേഷനിലാണ്. കറൻ്റ്ലി നമ്മൾ ഇതിലാണ് 6th ജനറേഷൻ. നാനോ ടെക്നോളജി ആൻഡ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് എന്ന് വെച്ചാൽ എറ ഓഫ് ഇൻ്റലിജൻറ്റ് കമ്പ്യൂട്ടേഴ്സ് എന്നാണ് വിളിക്കുന്നത് ഈ ഒരു എറേനെ. എന്ന് പറഞ്ഞാൽ എല്ലാ ഫീൽഡിലും എന്ത് വന്നു, സിസ്റ്റത്തിൻ്റെ ഒരു പവർ വന്നു തുടങ്ങി എല്ലാ ഹാൻഡിലും. ഇപ്പോൾ നമുക്കൊരു ചെറിയ കാര്യമായാലും നമ്മളൊന്നുമില്ലെങ്കിൽ ഫോൺ യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ലാപ്പ് യൂസ് ചെയ്യുന്നു, നമുക്ക് എന്തും ചെയ്യാൻ പറ്റുന്നു. ഈവൻ എന്ത് വന്നു, നമ്മുടെ വോയിസ് റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വന്നു തുടങ്ങി, നമ്മുടെ ഫേസ് റെക്കഗ്നേഷൻ ടെക്നിക്ക് വന്നു തുടങ്ങി. ഈവൻ ഒരു ID നമ്മൾ മുന്നേ നമ്മൾ രജിസ്റ്ററിലൊക്കെ സൈൻ ചെയ്യുന്നതിന് പകരം ഇപ്പം എന്ത് വെച്ച് തുടങ്ങി, നമ്മളൊരു ID അടക്കം സ്കാൻ ചെയ്യാൻ പറ്റുന്നു. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡെവലപ്മെൻ്റ് ഒക്കെ വന്നത് ഏതാണ്, ഒരു 6th ജനറേഷനോട് കൂടിയിട്ടാണ്. നാനോ ടെക്നോളജി ഡെവലപ്മെൻറ്റ് വന്നു. അഡ്വാൻസ്ഡ് അൽഗോരിതംസ്, കുറേ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഒക്കെ അവൈലബിൾ ആയി തുടങ്ങി. അതൊക്കെ ഇതിൻ്റെ ഡെവലപ്മെൻറ്റാണ് 6th ജനറേഷൻ. പിന്നെ നിങ്ങൾ സോഫിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് കേട്ടിട്ടുണ്ടാവും, ഒരു റോബോട്ട് എന്ന് പറഞ്ഞാൽ AI ജനറേറ്റഡ് റോബോട്ടാണ്. നമ്മൾ ഹ്യൂമൻ ആയിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫസ്റ്റ് റോബോട്ട്. സൗദി അറേബ്യയിലെ ഒരു കോൺഫറൻസിൽ വന്നിട്ട് അവരുടെ പ്രസ് മീറ്റിൽ അവർ സംസാരിക്കുന്നതിൻ്റെ ഒരു വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇല്ലേ. അതൊക്കെ ഇതിൻ്റെ ഡെവലപ്മെൻറ്റാണ്, ഒരു 6th ജനറേഷൻ്റെ ഡെവലപ്മെൻറ്റോട് കൂടി വന്നതാണ് അതൊക്കെ സോഫിയ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത്, ഇപ്പം നമ്മൾ പഠിച്ചത് എന്താണ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു, ഇവല്യൂഷൻ ഓഫ് എ കമ്പ്യൂട്ടർ ആണ് ഇപ്പോൾ 2 ടോപ്പിക്ക് നമ്മുടെ കഴിഞ്ഞത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് കമ്പ്യൂട്ടറിനെ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം. ദർ ആർ 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഓൺ ദ ബേസിസ് ഓഫ് പർപ്പസ്. ഏതാണ്, നമുക്കൊരു പർപ്പസിൻ്റെ ബേസിൽ എന്ത് ചെയ്യാം, സിസ്റ്റത്തിനെ ക്ലാസിഫൈ ചെയ്യാം. സെക്കൻഡ് പറയുന്നത് ഓൺ ദി ബേസിസ് ഓഫ് ഡാറ്റ ഹാൻഡ്ലിംഗ് ടെക്നോളജി. എന്താണ്, നമുക്ക് എന്തിൻ്റെ ബേസിൽ സിസ്റ്റത്തിനെ ഡിഫൈൻ ചെയ്യാം, ഡാറ്റ ഹാൻഡ്ലിംഗ് ഓർ ടെക്നോളജി യൂസ്ഡ്. തേർഡ് വൺ പറയുന്നത് ഓൺ ദി ബേസിസ് ഓഫ് സൈസ് ആൻഡ് കപ്പാസിറ്റി. അപ്പോൾ നമുക്ക് 3 തരത്തിൽ നമ്മുടെ സിസ്റ്റത്തിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ ഓൺ ദി ബേസിസ് ഓഫ് പർപ്പസ്, പിന്നെ സെക്കൻഡ് വൺ ഓൺ ദി ബേസിസ് ഓഫ് ഡാറ്റ ഹാൻഡ്ലിംഗ് ഓർ ടെക്നോളജി യൂസ്ഡ്, ആൻഡ് തേർഡ് വൺ ഓൺ ദി ബേസിസ് ഓഫ് സൈസ് ആൻഡ് കപ്പാസിറ്റി. അപ്പോൾ ആദ്യത്തെ ഇതിൽ വരുന്നത് ഓൺ ദി ബേസിസ് ഓഫ് പർപ്പസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഓൺ ദി ബേസിസ് ഓഫ് പർപ്പസിൽ വരുമ്പോൾ 2 ടൈപ്പായിട്ട് വീണ്ടും അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ജനറൽ പർപ്പസ് കമ്പ്യൂട്ടേഴ്സ്, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സ്പെഷ്യൽ പർപ്പസ് കമ്പ്യൂട്ടേഴ്സ്. ജനറൽ പർപ്പസ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ വീട്ടിലിരുന്ന് എന്തെങ്കിലും ഡോക്യുമെൻറ്റ് പ്രിപ്പയർ ചെയ്യുക, നമ്മളിപ്പോൾ നോട്ട്സ് കാണുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഒരു ചെറിയ നമുക്ക് നമ്മളൊരു ഇൻഡിവിജ്വലിനെ നമ്മൾ യൂസ് ചെയ്യുന്ന സിസ്റ്റം, അതാണ് ഇത് വരുന്നത് ജനറൽ പർപ്പസ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ സ്പെഷ്യൽ പർപ്പസ് കമ്പ്യൂട്ടേഴ്സ് ആണ്. സ്പെഷ്യൽ പർപ്പസ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുമ്പോൾ അതൊരു സ്പെസിഫൈഡ് ടാസ്ക് ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സിസ്റ്റം ആയിരിക്കും സ്പെഷ്യൽ പർപ്പസ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് വെതർ ഫോർകാസ്റ്റിംഗ്, അല്ലെങ്കിൽ സാറ്റലൈറ്റ് ഡാറ്റ, അല്ലെങ്കിൽ ഡാറ്റ അനാലിസിസ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സെർവറിലോട്ടുള്ള ഡാറ്റ അനാലിസിസ്, അങ്ങനത്തെ അല്ലെങ്കിൽ ഒരു റിസർച്ച് ആക്ടിവിറ്റി, അങ്ങനെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്ത സിസ്റ്റം ആണെങ്കിൽ ഇറ്റ് ഈസ് സ്പെഷ്യൽ പർപ്പസ് കമ്പ്യൂട്ടേഴ്സ് എന്നാണ് പറയുക. ഓക്കെ, അത് ഇനി അടുത്ത ഒരു ഡെഫിനേഷൻ പറയുന്നത് ഓൺ ദി ബേസിസ് ഓഫ് സൈസ് ആൻഡ് കപ്പാസിറ്റി ആണ്. നമ്മുടെ സിസ്റ്റത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സൈസും സിസ്റ്റത്തിൻ്റെ കപ്പാസിറ്റിയുടെ ബേസിൽ സിസ്റ്റത്തിനെ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് മൈക്രോ കമ്പ്യൂട്ടേഴ്സ്. മൈക്രോ എന്ന് പറഞ്ഞാൽ വേർഡ് മീനിങ് തന്നെ അറിയാം നിങ്ങൾക്ക്, സ്മോളസ്റ്റ്. നമുക്കിപ്പോൾ കാണുന്ന ടാബ്ലറ്റ്സ്, സ്മാർട്ട് ഫോൺസ്, ലാപ്ടോപ്പ്, നോട്ട്ബുക്ക്, PDA, ഇതൊക്കെ ഇതിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഓൺ ദ ബേസിസ് ഓഫ് സൈസ് ആൻഡ് കപ്പാസിറ്റിയിലെ മൈക്രോ കമ്പ്യൂട്ടേഴ്സിൻ്റെ അണ്ടറിൽ വരുന്ന സിസ്റ്റംസ് ആണ്. അത് നമുക്കറിയാം സ്മോൾ സൈസ് ആയിരിക്കും, എക്സ്പെൻസീവ് അല്ല, ഇൻഎക്സ്പെൻസീവ് ആണ്. മൈക്രോ പ്രോസസ്സേഴ്സ് CPU ആയിട്ട് അതിലുണ്ടാവും. നമ്മൾ പറഞ്ഞു മൈക്രോ പ്രോസസ്സർ എന്താണെന്നുള്ള ഡെഫിനേഷൻ നമ്മളിതിന് മുന്നേ കണ്ടതാണ്. ഏതാണ്, തൗസൻഡ്സ് ഓഫ് IC ചിപ്സ് ഇൻ എ സിംഗിൾ ചിപ്പ്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, മൈക്രോ പ്രോസസ്സർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു CPU ഉള്ള സിസ്റ്റംസ് ഒക്കെ തന്നെയായിരിക്കും സിംഗിൾ യൂസറിന് വേണ്ടിയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സിസ്റ്റം ആയിരിക്കും ഏത്, മൈക്രോ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സൂപ്പർ കമ്പ്യൂട്ടേഴ്സോ അല്ലെങ്കിൽ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സിനെയൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതിന് എന്തായിരിക്കും, സ്പീഡ് കുറവായിരിക്കും.
സാധാരണയുള്ള നോർമൽ മൈക്രോ കമ്പ്യൂട്ടേഴ്സിനെ കമ്പയർ ടു മെയിൻ ഫ്രെയിം ആൻഡ് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് അതിൻ്റെയൊക്കെ ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ ഒരു സ്ലോവർ ആയിരിക്കും എന്നാണ് പറയുന്നത്. പിന്നെ സൈസും അത്ര ഭയങ്കര സൈസൊന്നും ആയിരിക്കില്ല. ഒരു കാൽക്കുലേറ്ററിൻ്റെ ഒരു നോർമൽ ഡെസ്ക്ടോപ്പിൻ്റെ സൈസ് മാത്രമാണ് നമ്മുടെ മൈക്രോ കമ്പ്യൂട്ടേഴ്സിന് ഉണ്ടാവുള്ളൂ. ഇനി നമ്മളിപ്പോൾ സാധാരണ മൈക്രോ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുക എവിടെയാണ്? നമ്മൾ വീട്ടിലോ അല്ലെങ്കിൽ നമ്മൾ എഡ്യൂക്കേഷണൽ പർപ്പസിന് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ ഓഫീസിൽ ഒരു സിംഗിൾ പേഴ്സണിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റം ആയിട്ടാണ് മൈക്രോ കമ്പ്യൂട്ടേഴ്സ് ഡെവലപ്പ് ചെയ്തിരുന്നത്. ഇനി അടുത്തത് നമുക്ക് സെക്കൻഡ് ടൈപ്പ് വരുന്നത് ഇതിലെ മിനി കമ്പ്യൂട്ടേഴ്സാണ്. അപ്പോൾ മൈക്രോക്കികളും കുറച്ചും കൂടി സൈസ് കൂടുതലുള്ള സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മിനി കമ്പ്യൂട്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ലാർജർ ദാൻ മൈക്രോ കമ്പ്യൂട്ടേഴ്സ് ആണ് നമ്മളൊരു ബിസിനസ് ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി കപ്പാസിറ്റി ഒക്കെ കൂടുതലുള്ള, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നമ്മുടെ ഫയൽസൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു നെറ്റ്വർക്കിലോട്ടൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം ആണെങ്കിൽ നമ്മൾ അതിനെ പറയുന്നതാണ് മിനി കമ്പ്യൂട്ടേഴ്സ്. ഇപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേഷൻ, ഇൻട്രാക്ഷൻ ആൻഡ് കൺട്രോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തതാണ് ഇത് മിനി കമ്പ്യൂട്ടേഴ്സൊക്കെ. ഓക്കെ, ഇനി മെമ്മറി കപ്പാസിറ്റി ഒക്കെ എന്തായിരിക്കും? മൈക്രോയിനേക്കാളും കുറച്ചും കൂടി കൂടുതലായിരിക്കും ഏത്? മിനി കമ്പ്യൂട്ടേഴ്സിന് ഉണ്ടായിരിക്കുക. പിന്നെ സൈസ് ആണെങ്കിലും കൂടുതലായിരിക്കും. ലാപ്ടോപ്പ്, ഇപ്പോൾ ഡെസ്ക്ടോപ്പ് ഒക്കെ ഇതിന് എക്സാമ്പിളാണ്, മിനി കമ്പ്യൂട്ടേഴ്സിന് എക്സാമ്പിളാണ്. തേർഡ് വൺ വരുന്നത് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സാണ്. മെയിൻ ഫ്രെയിം എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ വേറൊരു നെയിമാണ് ഏത്? ബിഗ് അയൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നെയിം കൂടി ഏതിനുണ്ട്? മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സിനുണ്ട്. വെരി ലാർജ് ആൻഡ് എക്സ്പെൻസീവ് സിസ്റ്റംസ് ആയിരിക്കും ഇത് മെയിൻ ഫ്രെയിം സിസ്റ്റംസ് എന്ന് പറയുന്നത്. തൗസൻഡ്സ് ഓഫ് യൂസേഴ്സിന് അറ്റ് എ ടൈം ഹാൻഡിൽ ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ തൗസൻഡ്സ് ഓഫ് യൂസേഴ്സിന് ഇപ്പോൾ നമ്മൾ ബാങ്കിൻ്റെ സെർവറിലോട്ടൊക്കെ കണക്ട് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ സെർവേഴ്സാണ് അവർ കൂടുതലും വയ്ക്കുക. അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, എന്തെങ്കിലും ഡാറ്റ പ്രോസസ്സിങ് നടത്തണം, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ കൂടുതലും യൂസ് ചെയ്യുക മെയിൻ ഫ്രെയിം സിസ്റ്റംസ് ആണ്. കാരണം എന്താ? ലാർജ് ക്വാണ്ടിറ്റി ഓഫ് ഡാറ്റനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം വേണം അതിന് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുക മെയിൻ ഫ്രെയിം സിസ്റ്റംസ് ആണ് കൂടുതലും യൂസ് ചെയ്യുക. നമ്മൾ ബാങ്ക്, റെയിൽവേ, എയർലൈൻസ്, ഇൻഷുറൻസ് കമ്പനി, കൊമേഴ്സ് ഫാംസ്. കൊമേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും ബൾക്കായിട്ട് ഇൻവെൻട്രി മാനേജ്മെൻറ്റ് നടത്തുക. നിങ്ങളിപ്പോൾ കൊമേഴ്സ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് ആയ കാരണം നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കുറച്ചും കൂടി അറിയുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളൊരു ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഒരു നിങ്ങളുടെ ഒരു കമ്പനി എന്ന് പറയുന്നത് ഒരു ഇൻ്റർനാഷണൽ കമ്പനിയാണ്. അപ്പോൾ അവിടെയുള്ള എല്ലാ ഡാറ്റയും നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഒന്ന് ചെക്ക് ചെയ്യണം. അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ആകുമ്പോൾ നമ്മൾ എന്താണ് യൂസ് ചെയ്യുക? ഒരു മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സാണ് സാധാരണ യൂസ് ചെയ്യുക. ഇപ്പോൾ സെൻസസ് അങ്ങനത്തെ കേസുകളിലൊക്കെ നമ്മൾ ഏതാണ് യൂസ് ചെയ്യുക? മെയിൻ ഫ്രെയിം സിസ്റ്റംസ് ആണ് കൂടുതലും യൂസ് ചെയ്യുക. അടുത്ത ഒരു കാറ്റഗറി വരുന്നതാണ് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ്. നിങ്ങൾക്ക് ആ പേര് കേട്ടാൽ തന്നെ അറിയാം എന്താണ്. ഇറ്റ് ഇസ് സംതിങ് സൂപ്പർ. ദാറ്റ് ഈസ് മോസ്റ്റ് പവർഫുൾ ആൻഡ് എക്സ്പെൻസീവ് കമ്പ്യൂട്ടേഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. ബില്യൺസ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെ അറ്റ് എ ടൈം ഹാൻഡിൽ ചെയ്യാൻ പറ്റും. തൗസൻഡ്സ് ഓഫ് യൂസേഴ്സിനെ അല്ലെങ്കിൽ തൗസൻഡ്സോ ലാക്ക് കണക്കിന് യൂസേഴ്സിൻ്റെ ഡാറ്റ ഒപ്പം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതിൽ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിലൊക്കെ നമ്മൾ സൂപ്പർ കമ്പ്യൂട്ടേഴ്സാണ് യൂസ് ചെയ്യുക. വെതർ ഫോർകാസ്റ്റിംഗ്, സാറ്റലൈറ്റ്, മോളിക്കുലാർ മോഡലിംഗ്, ക്ലൈമറ്റ് റിസർച്ച്, അല്ലെങ്കിൽ എന്തെങ്കിലും റിസർച്ച് പർപ്പസിലൊക്കെ നമ്മൾ യൂസ് ചെയ്തതാണ് സൂപ്പർ കമ്പ്യൂട്ടേഴ്സാണ്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ഹ്യൂമൻ ബീയിങ്ങിന് പറ്റാത്തൊരു കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ കൂടുതലും സപ്പോർട്ട് ഏത് വഴിയാണ് നമുക്ക് കിട്ടുക? സൂപ്പർ കമ്പ്യൂട്ടേഴ്സിൻ്റെയൊക്കെയാണ്. ഫോർ എക്സാമ്പിൾ പാരലൽ മെഷീൻസ് എന്ന് പറഞ്ഞിട്ട് പരം സീരീസ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മൾ ഇന്ത്യ ഡെവലപ്പ് ചെയ്ത കുറേ സിസ്റ്റംസ് ഉണ്ട് സൂപ്പർ കമ്പ്യൂട്ടേഴ്സിൽ വരുന്ന. പരം സീരീസൊക്കെ അതിലുള്ള ക്രേ 1 എന്ന് പറഞ്ഞിട്ടുള്ള സിസ്റ്റം ഉണ്ട്. ജാഗ്വർ, റോഡ് റണ്ണർ. ജാഗ്വർ എന്നൊക്കെ പറയുന്നത് ഒരു സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പേരാണ്. ഓക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സയൻറ്റിഫിക് ലാബിൽ യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഇത്. ഒരു സൂപ്പർ കമ്പ്യൂട്ടറാണ് ഇത് ജാഗ്വർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ 2 സെക്ഷൻ കഴിഞ്ഞു ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടറിലെ. അതിൽ തേർഡ് ക്ലാസിഫിക്കേഷൻ വരുന്നത് ഏതാണ്? ഓൺ ദി ബേസിസ് ഓഫ് ഡാറ്റ ഹാൻഡ്ലിംഗ് ഓർ ടെക്നോളജി. അതിൽ നമ്മൾ 3 ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ട് സിസ്റ്റത്തിനെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അനലോഗ് ആൻഡ് ഡിജിറ്റൽ ആൻഡ് ഹൈബ്രിഡ് കമ്പ്യൂട്ടേഴ്സ്. അതിൽ അനലോഗ് എന്ന് പറഞ്ഞ വേർഡ് തന്നെ നമ്മൾ പറയുന്നത് കണ്ടിന്യൂസ്ലി ചേഞ്ചബിൾ ഡാറ്റേനെയാണ് അനലോഗ് ഡാറ്റ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു സൈൻ വേവ്, നമ്മളിപ്പോൾ ഡാറ്റ വരയ്ക്കുമ്പോൾ ഇങ്ങനെയുള്ള സൈൻ വേവുകളൊക്കെ, അല്ലെങ്കിൽ വേവ് ഫോം, സൈൻ വേവ് ആവണമെന്നില്ല, ഏത് വേവ് ആയാലും അത് കണ്ടിന്യൂസ് ഫോമിലായിരിക്കും. കാരണം ഇത് ടൈമിൻ്റെ ബേസിലാണ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഇത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക.
ഓക്കെ. അപ്പോൾ അനലോഗ് ഡാറ്റ എന്ന് പറയുന്നത് എന്താണ്? കണ്ടിന്യൂസ് ഫോമിൽ മൂവ് ചെയ്യുന്ന ഒരു ഡാറ്റേനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അനലോഗ് ഡാറ്റ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഡാറ്റ ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഹൈഡ്രോകോളിക് ക്വാണ്ടിറ്റീസിനെയൊക്കെ ഹാൻഡിൽ ചെയ്യാൻ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അനലോഗ് കമ്പ്യൂട്ടേഴ്സ് എന്നാണ് വിളിക്കുക. ഓക്കെ, 1 സെക്കൻഡ്. ഓക്കെ, ദിസ് വൺ നമ്മുടെ വേവ് ആണ്. വേവ് ഫോം ഞാനൊന്ന് മാർക്ക് ചെയ്തതാണ്. അപ്പോൾ ഇത് നമ്മുടെ വേവ് ഫോം എന്ന് പറയുമ്പോൾ ടൈമിൻ്റെ ബേസിൽ എന്ത് സംഭവിക്കും? ഡാറ്റ മൂവ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഇസ് അനലോഗ് കമ്പ്യൂട്ടേഴ്സ് എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ അനലോഗ് ഡാറ്റ എന്ന് വിളിക്കുന്നു. ആ അനലോഗ് ഡാറ്റനെ ഹാൻഡിൽ ചെയ്യുന്ന സിസ്റ്റംസ് ആണ് ഏത്? അനലോഗ് കമ്പ്യൂട്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനിയൊരു ഡാറ്റയിൽ ഏതാ? അനലോഗ് ഡാറ്റ അല്ലാത്ത വേറെ ഡാറ്റ ഉണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? അനലോഗ് അല്ലാതെ നമ്മുടെ സിസ്റ്റത്തിലൊക്കെ യൂസ് ചെയ്യുന്ന ഡാറ്റേനെ നമ്മൾ വിളിക്കുന്നതാണ് ഡിജിറ്റൽ ഡാറ്റ. ഓക്കെ, അപ്പോൾ അനലോഗ് അല്ലാത്ത ഒരു സിസ്റ്റം ഉണ്ട് നമുക്ക് പഠിക്കാൻ. അപ്പോൾ കണ്ടിന്യൂസ് ഡാറ്റ അല്ലാത്ത ഡാറ്റയൊക്കെ ഡിസ്ക്രീറ്റ് ഡാറ്റ എന്നാണ് വിളിക്കുക. ഓക്കെ, അപ്പോൾ ഇത് കണ്ടിന്യൂസ് ഡാറ്റ ആണെങ്കിൽ ഇറ്റ് ഈസ് ഹാൻഡിൽഡ് ബൈ അനലോഗ് കമ്പ്യൂട്ടേഴ്സ് ആയിരിക്കും. ഓക്കെ, അനലോഗ് ക്ലോക്ക് ഇസ് എൻ എക്സാമ്പിൾ. അനലോഗ് ക്ലോക്ക് എന്ന് പറഞ്ഞാൽ ടൈം, ക്ലോക്ക് എന്ന് പറഞ്ഞാൽ തന്നെ ടൈമാണ്. അപ്പോൾ കണ്ടിന്യൂസ്ലി ടൈം വെച്ച് ഡിഫൈൻ ചെയ്യുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് അനലോഗ് ക്ലോക്കാണ്. അതിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ അനലോഗ് സിസ്റ്റം വഴി നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, സെക്കൻഡ് വൺ നമ്മൾ പറഞ്ഞു അനലോഗ് അല്ലാത്തൊരു ഡാറ്റ ഉണ്ട് എന്ന് പറഞ്ഞു. അല്ല, മീനിങ് കണ്ടിന്യൂസ് അല്ലാത്തൊരു ഡാറ്റ ഉണ്ട്. ദാറ്റ് ഈസ് കണ്ടിന്യൂസ് അല്ലാത്ത ഡാറ്റ, ദാറ്റ് ഈസ് ഡിസ്ക്രീറ്റ് ഡാറ്റ എന്ന് പറയും. അല്ലെങ്കിൽ നമ്മൾ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന ന്യൂമറിക് ഡാറ്റാസ് നമുക്ക് എന്ത് പറ്റും? ഇൻപുട്ട് ഡാറ്റ ആയിട്ട് ന്യൂമറിക് ഡാറ്റ ഹാൻഡിൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇറ്റ് ഈസ് നോൺ ആസ് ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സ്. അപ്പോൾ ഡിജിറ്റൽ കമ്പ്യൂട്ടറിൽ എന്താണ് ഇൻപുട്ടായിട്ട് നമ്മൾ കൊടുക്കുന്നത്? എന്താണ്? ന്യൂമറിക്കൽ ഡാറ്റ ആയിരിക്കും. അതിൽ നമുക്ക് ന്യൂമറിക്കൽ ഡാറ്റ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടിന്യൂസ് ഡാറ്റ അല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അരിത്തമെറ്റിക് കാൽക്കുലേഷൻസ് ചെയ്യാം, അല്ലെങ്കിൽ ലോജിക്കൽ ഇവാലുവേഷൻസ് ഒക്കെ ചെയ്യാൻ പറ്റും. ലോജിക്കൽ ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഏതെങ്കിലും നമുക്ക് 2 ഇൻപുട്ട് വന്നിട്ടുണ്ട്, അതിൽ നമ്മൾ ഓർ ചെയ്യണം, അല്ലെങ്കിൽ ആൻഡ് ചെയ്യണം, അല്ലെങ്കിൽ നോട്ട്, ഇങ്ങനത്തെ ഓപ്പറേറ്റേഴ്സൊക്കെ കേട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഡിസിഷൻ എടുക്കാനുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമ്മൾ ലോജിക് ഓപ്പറേഷൻസ് എന്നാണ് വിളിക്കുക. നമുക്ക് യെസ് ഓർ നോ, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ട്രൂ ഓർ ഫോൾസ്, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആൻസർ കിട്ടാനുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുക ലോജിക്കൽ ഓപ്പറേഷൻസ് എന്നാണ് അതിനെ വിളിക്കുക നമ്മൾ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ സിമ്പിളായിട്ട് ഇപ്പോൾ എനിക്ക് അരിത്തമെറ്റിക് കാൽക്കുലേഷൻ ചെയ്യണമെങ്കിൽ നമ്മൾ എന്താണ്? ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സിൽ നമ്മൾ യൂസ് ചെയ്യുക ഡിജിറ്റൽ ഡാറ്റയാണ്. അപ്പോൾ ആ ഒരു ഡാറ്റ വെച്ചിട്ട് നമ്മൾ പെർഫോം ചെയ്യുന്നതൊക്കെ ഏതാണ്? ഡിജിറ്റൽ സിസ്റ്റംസ് ആണ് യൂസ് ചെയ്യുക. ഓക്കെ, സ്പീഡ് ആൻഡ് അക്യുറസി കൂടുതലായിരിക്കും. മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് അല്ലെങ്കിൽ ഡാറ്റ അനാലിസിസ്, കുറേ പ്രോസസ്സിംഗ് ഒക്കെ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഏതാണ്? ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സാണ്. ഡെസ്ക്ടോപ്പ്, നോട്ട്ബുക്ക് ആൻഡ് സ്മാർട്ട് ഫോൺസിലൊക്കെ നമുക്ക് എന്താണ്? ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നതിന് എക്സാമ്പിൾസ് ആണ്. നെക്സ്റ്റ് വൺ, തേർഡ് വൺ എന്ന് പറയുന്നത് നമുക്ക് ആ കാറ്റഗറിയിൽ വരുന്നത് ഹൈബ്രിഡ് കമ്പ്യൂട്ടേഴ്സാണ്. ആ ഹൈബ്രിഡ് എന്ന് പറഞ്ഞ പേര് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് എന്താ അറിയാം? എന്തിൻ്റെങ്കിലും ഒരു കോമ്പിനേഷൻ ആവും. അപ്പോൾ നമ്മൾ 2 സിസ്റ്റംസ് ആണ് പഠിച്ചത്. ഏതാ? ഒന്ന് അനലോഗും ഒന്ന് ഡിജിറ്റലും. അപ്പോൾ ഹൈബ്രിഡ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് ഏതായിരിക്കും? അനലോഗ് ആൻഡ് ഡിജിറ്റൽ. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? അനലോഗ് സിഗ്നൽസിനെ ആക്സെപ്റ്റ് ചെയ്യും. ഹൈബ്രിഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? അനലോഗ് സിസ്റ്റത്തിന് അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അക്സെപ്റ്റ് ചെയ്തിട്ട് അതിനെ എന്താക്കി കൺവേർട്ട് ചെയ്യാം? ഡിജിറ്റലായിട്ട് കൺവേർട്ട് ചെയ്യാം. ഇൻ ദ സെയിം വേ ഇപ്പോൾ നമ്മളൊരു ഡിജിറ്റൽ ഡാറ്റയിൽ നിന്ന് നമുക്ക് ഇൻപുട്ട്, നമുക്ക് റിസൾട്ട് കിട്ടിയിരിക്കുന്നത് ഡിജിറ്റൽ ഡാറ്റ ആയിരിക്കും. ആ ഡിജിറ്റൽ ഡാറ്റനെ നമുക്ക് എന്തായിട്ടും കൺവേർട്ട് ചെയ്യാം? അനലോഗായിട്ടും തിരിച്ച് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡിജിറ്റൽ ടു അനലോഗ് ആൻഡ് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർഷൻ നടത്തുന്നതൊക്കെ ഏതാണ്? ഹൈബ്രിഡ് കമ്പ്യൂട്ടേഴ്സാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഡിഫൻസ് സിസ്റ്റത്തിൽ ഫ്ലൈറ്റ് മാനേജ്മെൻറ്റ്, റഡാർ സിസ്റ്റംസ്, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മൾ എന്ത് സിസ്റ്റംസ് ആണ് യൂസ് ചെയ്യുക? ഹൈബ്രിഡ് കമ്പ്യൂട്ടേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ആ ഒരു ടോപ്പിക്ക് കഴിഞ്ഞു. നമ്മളിപ്പോൾ ഏതൊക്കെ കഴിഞ്ഞു? ഫണ്ടമെൻ്റൽസിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വാട്ട് ഇസ് എ കമ്പ്യൂട്ടർ എന്നുള്ള ഒരു ടോപ്പിക്ക്, പിന്നെ എവല്യൂഷൻ ഓഫ് എ കമ്പ്യൂട്ടർ, ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആയിരുന്നു. അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് കമ്പോണൻസ് ഓഫ് എ കമ്പ്യൂട്ടർ സിസ്റ്റം. ഓക്കെ, ഏതൊക്കെ കമ്പോണൻസ് ഉണ്ട് എന്ന് പറയുന്നതാണ്. അപ്പോൾ ബേസിക്കലി നിങ്ങൾക്കറിയാം 2 ടൈപ്പ് കമ്പോണൻസ് ആണ് ഒരു സിസ്റ്റത്തിൽ ഉണ്ടാവുക. ഏതൊക്കെയാണെന്നുള്ളത് എന്തെങ്കിലും ഐഡിയ ഉണ്ടാവുന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ഏതൊക്കെയാണ്? ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന 2 ടൈപ്പ് കമ്പോണൻസ് ആണ് എല്ലാ സിസ്റ്റത്തിലും ഉള്ളത്. അതിൽ ഹാർഡ്വെയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്? ഇറ്റ് ഇസ് എ ടാൻജിബിൾ ഡിവൈസ് എന്നാണ് വിളിക്കുക. ടാൻജിബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാനും ടച്ച് ചെയ്യാനും പറ്റുന്ന എല്ലാ ഡിവൈസിനെയും നമുക്ക് എന്ത് വിളിക്കാം? ടാൻജിബിൾ പാർട്സ് ആയിരിക്കും. ഓക്കെ, ഒരു സിസ്റ്റത്തിൽ നമുക്ക് എന്താണ്? കാണാനും ടച്ച് ചെയ്യാനും അല്ലെങ്കിൽ പറ്റുന്ന എല്ലാ ഡിവൈസിനെയും അല്ലെങ്കിൽ എല്ലാ കമ്പോണൻസിനെയും നമുക്ക് എന്ത് വിളിക്കാം? ഹാർഡ്വെയർ. എക്സാമ്പിൾസ് എന്തായിരിക്കും? ഇപ്പോൾ മോണിറ്റർ ഐ ക്യാൻ ടച്ച്, കീബോർഡ് ഐ ക്യാൻ ടച്ച്, അല്ലേ? പിന്നെ മൗസ്,
അങ്ങനത്തെ എല്ലാ പാർട്സും നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ സീ ചെയ്യാൻ പറ്റുന്ന ഉള്ളിലത്തെ കമ്പോണൻസും അതെ, നമുക്ക് ഒരു സിസ്റ്റത്തിൻ്റെ സി പി യുൻ്റെ ഉള്ളിലുള്ള കമ്പോണൻസ് നമുക്ക് കാണാനും ടച്ച് ചെയ്യാൻ പറ്റുന്നതിനൊക്കെ നമുക്ക് എന്ത് വിളിക്കാം? ഇറ്റ് ഇസ് എ ഹാർഡ്വെയർ കമ്പോണൻസ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ CPU, കീബോർഡ്, മൗസ്, മോണിറ്റർ, സ്ക്രീൻ, പ്രിൻ്റർ, ഇതൊക്കെ എന്താണ്? ഒരു ആക്ട് ആസ് എ ബോഡി ഓഫ് ദി കമ്പ്യൂട്ടർ സിസ്റ്റം എന്നാണ് വിളിക്കുന്നത് ഇതിനെയൊക്കെ. അപ്പോൾ ഇങ്ങനത്തെ നമുക്ക് ടച്ച് ചെയ്യാനും അല്ലെങ്കിൽ ഫിസിക്കൽ കമ്പോണൻസിനെയൊക്കെ നമുക്ക് എന്ത് വിളിക്കാം? ഹാർഡ്വെയർ എന്ന് വിളിക്കാം. ഓക്കെ, ഇനി അതിലെ അടുത്ത ഇത് വരുന്നത് എന്താണ്? സോഫ്റ്റ്വെയർസ് ആണ്. സോഫ്റ്റ്വെയർസ് എന്ന് പറയുമ്പോൾ അറിയാം നിങ്ങൾക്ക് എന്താണ്? ഇറ്റ് ഇസ് ഇൻടാഞ്ചിബിൾ ആണ്. ഇൻടാഞ്ചിബിൾ എന്ന് പറയാൻ പറ്റുമ്പോൾ ഇത് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആവും അല്ലെങ്കിൽ പ്രോഗ്രാംസ് ആവും. അതൊന്നും നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്നില്ല. മോണിറ്ററിൽ നിങ്ങൾക്ക് ടച്ച് ചെയ്യാം, അതല്ല ഉദ്ദേശിച്ചത്. അല്ലാതെ എന്താണ്, നമുക്ക് ടാഞ്ചിബിൾ എന്ന് പറയുന്ന വേർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ടച്ച് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് സീ ചെയ്യാൻ പറ്റും. ഇൻടാഞ്ചിബിൾ ആയിരിക്കും അത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ വേറെ ഒരു ഇതുണ്ട്, ഹാർഡ്വെയറിനെ കൺട്രോൾ ചെയ്യണത് തന്നെ സോഫ്റ്റ്വെയർസ് ആണ്. അപ്പോൾ സോഫ്റ്റ്വെയർ ഇല്ലാതെ നമുക്കൊരു സിസ്റ്റത്തിന് എക്സിസ്റ്റൻസ് ഇല്ല. ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ഉണ്ടായാലാണ് എന്തുള്ളൂ? ഒരു സിസ്റ്റത്തിന് എക്സിസ്റ്റൻസ് ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്താ? ഇൻടാഞ്ചിബിൾ കമ്പോണൻസ് ദാറ്റ് ആക്ടിവേറ്റ് ആൻഡ് കൺട്രോൾ ദ ഹാർഡ്വെയർ. കൺട്രോളിനെ ആക്ടിവേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ കൺട്രോൾ ചെയ്യാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന എല്ലാ ഇൻടാഞ്ചിബിൾ കമ്പോണൻസിനെയും നമ്മൾ വിളിക്കുന്നതാണ് സോഫ്റ്റ്വെയർ. ഫോർ എക്സാമ്പിൾ ഇൻക്ലൂഡ് പ്രോഗ്രാംസ് ആൻഡ് ഡാറ്റ എന്നൊക്കെ വിളിക്കുന്നത് എന്താണ്? സോഫ്റ്റ്വെയർസിനെയാണ്. നെക്സ്റ്റ്, ഇനി നമുക്ക് എന്ത് വിളിക്കാം? സിസ്റ്റം ഡിവൈഡ് ദ സോഫ്റ്റ്വെയർ സിസ്റ്റം ഇൻടു 2 പാർട്സ്. ഇനി നമ്മൾ ഹാർഡ്വെയറിന് വേറെ ഡിവിഷൻ ഒന്നുമില്ല, പക്ഷേ സോഫ്റ്റ്വെയറിനെ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഏതൊക്കെയാണ്? സിസ്റ്റം സോഫ്റ്റ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. നിങ്ങളിപ്പോൾ OSനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടാവും, ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇപ്പം നിങ്ങളുടെ എന്താ പറയുക, ആൻഡ്രോയിഡ് ഫോണുകളുണ്ട്, iOS ഫോണുകളുണ്ട്. അതൊക്കെ എന്താണ്? നമ്മൾ പറയും ഒരു സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ എക്സാമ്പിളാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ ലിനക്സ്, വിൻഡോസ്, iOS എന്നൊക്കെ പറയുന്നില്ല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് OSകളൊക്കെ ഏതാണ്? സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അതുപോലെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ WPS എന്ന് പറഞ്ഞിട്ടുള്ള സോഫ്റ്റ്വെയർസൊക്കെ PDF ഓപ്പൺ ചെയ്യാനുള്ള അല്ലെങ്കിൽ PPT ക്രിയേറ്റ് ചെയ്യാനുള്ളത് അല്ലെങ്കിൽ വേർഡ്, എക്സൽ, പവർ പോയിൻറ്റ് അങ്ങനത്തെ ആപ്ലിക്കേഷൻ ഒക്കെ യൂസ് ചെയ്യുന്നത് ഏതാണ്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഇനി ഇതിനെക്കുറിച്ച് ഒന്നും കൂടി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അതിൽ ഫസ്റ്റ് വൺ ആണ് സിസ്റ്റം സോഫ്റ്റ്വെയർ. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്താണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ കൺട്രോൾ ആൻഡ് മാനേജ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു എന്താണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ്? ഹാർഡ്വെയറിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെയിൻ ആളാണ് ആര്? സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അപ്പോൾ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ ഒന്നും കൂടി എന്തായി? നമ്മുടെ സിസ്റ്റത്തിലുള്ള എല്ലാ കമ്പോണൻസിനെയും ഹാൻഡിൽ ചെയ്യുന്നത് ആരായിരിക്കും? ഈ ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർസിലെ പ്രോഗ്രാമുകളാണ് അതിനെയൊക്കെ ചെയ്യും. നമുക്കൊരു ഹാർഡ്വെയർ ഇപ്പം നമുക്കറിയാം, യൂസറിനെ ഇപ്പം മെമ്മറി ആയിട്ടൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല. ഇപ്പം നമ്മളൊരു കോമൺ യൂസറിന് നിങ്ങൾക്കറിയാം, നിങ്ങൾ എന്ത് ചെയ്യുന്നു? സിസ്റ്റത്തിൽ പ്രോഗ്രാം ചെയ്യുന്നു. നിങ്ങളിപ്പോൾ ഒരു വേർഡ് ആപ്ലിക്കേഷൻ എടുക്കുന്നു, ടൈപ്പ് ചെയ്യുന്നു, സേവ് ചെയ്യുന്നു അല്ലേ? സേവ് ചെയ്യുമ്പോൾ എന്താണ് നിങ്ങൾ എന്താ ചെയ്യുന്നത്? ജസ്റ്റ് ഫയലിൽ സേവ് ആസ് അല്ലെങ്കിൽ ജസ്റ്റ് ഫയലിൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലായാലും സിസ്റ്റത്തിലായാലും നിങ്ങളുടെ ഡാറ്റ സേവ് ആണ് അല്ലേ? നിങ്ങൾക്ക് അറിയുന്നുണ്ടോ അത് മെമ്മറിയിൽ ഏത് സെല്ലിൽ പോയിട്ടാണ് അത് സ്റ്റോർ ആവണത്, അല്ലെങ്കിൽ മെമ്മറിയുടെ ഏത് ഏരിയയിലാണ് അത് സേവ് ആവണത്? അങ്ങനത്തെ കാര്യങ്ങളൊന്നും എന്ത് ചെയ്യുന്നില്ല, നമുക്ക് ബോദർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇല്ലല്ലോ, അതിൻ്റെ ബോദർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ പക്ഷേ ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ആരാണ്? ഈ സിസ്റ്റം സോഫ്റ്റ്വെയർസാണ്. സിസ്റ്റം സോഫ്റ്റ്വെയർസ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യില്ല? മെമ്മറിയിൽ പോയിട്ട് കറക്റ്റ് പ്ലേസിൽ അത് എന്താവില്ല, സ്റ്റോർ ആവില്ല. പിന്നെ നിങ്ങൾ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടില്ല? നിങ്ങൾക്ക് ആ ഡാറ്റ അവൈലബിൾ ആവില്ല. അപ്പോൾ നമുക്ക് ഡാറ്റ ഒക്കെ അവൈലബിൾ ആവണം, സ്റ്റോറേജ് ഒക്കെ കറക്റ്റായിട്ട് നടക്കണം. അതിനൊക്കെ ആരുടെ ഹെൽപ്പ് വേണം? നമുക്ക് സിസ്റ്റം സോഫ്റ്റ്വെയർസിൻ്റെ ഹെൽപ്പ് വേണം. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? കീബോർഡ് യൂസ് ചെയ്യുന്നു, ഡാറ്റ കൊടുക്കണം, അല്ലെങ്കിൽ മൗസ് യൂസ് ചെയ്ത് എന്തെങ്കിലും സെലക്ട് ചെയ്യണം. ഈ സെലക്ഷൻ നടത്താനൊക്കെ ആരുടെ ഹെൽപ്പ് വേണം? നമുക്ക് സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ ഹെൽപ്പ് ഉണ്ടെങ്കിലാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഡിവൈസ് മാനേജർ, കൺട്രോൾ പാനൽ, ആക്ടിവിറ്റീസ്, നിങ്ങൾ എന്തെങ്കിലും സിസ്റ്റത്തിലൊക്കെ സെറ്റിങ്സ് ഒക്കെ നമ്മൾ ഫോണിലായാലും നിങ്ങൾ ചെയ്യാറുണ്ട്, സെറ്റിങ്സ് ഒക്കെ ചെയ്യുന്നത്. അതൊക്കെ എന്താണ്? ഇൻസ്ട്രക്ഷൻ ടു ദി ഹാർഡ്വെയർ ആണത്. ഓക്കെ, അപ്പോൾ ആ ഇൻസ്ട്രക്ഷൻ ടു ദി ഹാർഡ്വെയർ നമ്മൾ ഏതിലൂടെയാണ് ചെയ്യുക? സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് പ്രോഗ്രാംസിലൂടെയാണ് നമ്മളത് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഡിവൈസ് ഡ്രൈവേഴ്സ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? സിസ്റ്റം സോഫ്റ്റ്വെയർസിന് എക്സാമ്പിളാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ സിസ്റ്റം സോഫ്റ്റ്വെയർസ് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്? 2 ടൈപ്പാണ് നമുക്ക് പറഞ്ഞത് സോഫ്റ്റ്വെയർസിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് സിസ്റ്റം സോഫ്റ്റ്വെയറും സെക്കൻഡ് വൺ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന വേർഡിൽ തന്നെ ഉണ്ട് എന്താണ്? ഇറ്റ് ഈസ് ഡിസൈൻഡ് ഫോർ എ സ്പെസിഫൈഡ് ആപ്ലിക്കേഷൻ. ഒരു സ്പെസിഫൈഡ് ആപ്ലിക്കേഷന് വേണ്ടി ക്രിയേറ്റ് ചെയ്തൊരു സോഫ്റ്റ്വെയർ ആണെങ്കിൽ ഇറ്റ് ഈസ് നോൺ ആസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഓക്കെ, ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഹെൽപ്പ് യൂസേഴ്സ് ടു പെർഫോം എ സ്പെസിഫൈഡ് ടാസ്ക്, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്പെസിഫൈഡ്
ആപ്ലിക്കേഷൻ പ്രോഗ്രാമിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് വിളിക്കുക. ഓക്കെ, ഇത് സിസ്റ്റം സോഫ്റ്റ്വെയറിന് എബോവ് ആയിട്ട് വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഹാർഡ്വെയർ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്താനല്ല. നമുക്ക് ഇപ്പോൾ ഒരു വേർഡിൽ നിങ്ങൾക്ക് ഒരു ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യണം, അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുക ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. ഈ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്ത കാര്യം നമ്മുടെ സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്യണമെങ്കിൽ ആര് വേണം, സിസ്റ്റം സോഫ്റ്റ്വെയർ വേണം. പക്ഷേ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു PPT ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ടാലി സോഫ്റ്റ്വെയർ യൂസ് ചെയ്യണം. അപ്പോൾ അതിനൊക്കെ എന്ത് വേണം, നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് വേണം. പക്ഷേ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് മാത്രം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സിസ്റ്റം റൺ ചെയ്യാൻ പറ്റില്ല. അതിന് നമുക്ക് എന്ത് വേണം, സിസ്റ്റം സോഫ്റ്റ്വെയറും കൂടി വേണം. ഇതിൽ വരുന്ന എക്സാമ്പിൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഏതൊക്കെയാണ്? MS വേർഡ്, MS എക്സൽ, പവർ പോയിൻറ്റ്, ഇപ്പോൾ ക്രോം നിങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന, ബ്രൗസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന എല്ലാ എഡ്ജ്, ക്രോം അതുപോലത്തെ സോഫ്റ്റ്വെയർസൊക്കെ ഇതിന് എക്സാമ്പിളാണ്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസിന് എക്സാമ്പിളാണ്. ഇമെയിൽ അല്ലെങ്കിൽ ക്ലൗഡ് ബേസ്ഡ് സിസ്റ്റംസ് ഒക്കെ ഇതിന് എക്സാമ്പിളാണ്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസിനുള്ള ഒരു മെയിൻ എക്സാമ്പിളാണ്. നെക്സ്റ്റ് വരുന്നത് ആപ്ലിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ്. നമുക്ക് എന്താണ്, നമ്മൾ ബിസിനസ്സിനെ കുറിച്ച് പഠിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ നമുക്കറിയണം എന്താണ് കമ്പ്യൂട്ടേഴ്സിൻ്റെ ആപ്ലിക്കേഷൻ ബിസിനസ്സിലൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ബിസിനസ് ആപ്ലിക്കേഷൻ ഇൻ കമ്പ്യൂട്ടർ ഇൻ ബിസിനസ്. ബിസിനസ്സിന് അറിയാം, ഇപ്പോൾ ഏതൊരു ചെറിയൊരു ഫേം എടുത്താലും ബില്ലിങ്ങും കാൽക്കുലേഷനും ഒക്കെ നടക്കുക എവിടെയാണ്, നമ്മുടെ ഏതൊരു ചെറിയൊരു കടയാണെങ്കിലും അതിലെന്തുണ്ടാവും, ബില്ലിങ്ങും കാൽക്കുലേഷനും ഒക്കെ നടക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണം, സിസ്റ്റം വേണം. അപ്പോൾ ഏത് ചെറിയ ഫേം തൊട്ട് വലിയൊരു ഫേം, ഇപ്പോൾ ഇൻ്റർനാഷണൽ ബിസിനസ്സൊക്കെ നടത്തുന്ന ഒരാളാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ നടത്തണം, അവരെന്താ യൂസ് ചെയ്യുക, സിസ്റ്റം യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഫോൺ യൂസ് ചെയ്തിട്ടാണ് അവരെന്ത് ചെയ്യുക, കമ്മ്യൂണിക്കേഷൻ നടത്തുക. അപ്പോൾ ബിസിനസ്സിലുള്ള ആപ്ലിക്കേഷൻ. എഡ്യൂക്കേഷൻ നിങ്ങൾക്കറിയാം, ഇപ്പോൾ നമ്മൾ ഓൺലൈൻ സ്റ്റഡീസൊക്കെയാണ് കൂടുതലും എന്താ പറയുക, കൂടുതൽ യൂസ് ചെയ്യുന്നത് അങ്ങനെയാണ്. എല്ലാം നമ്മൾ എന്താണ് പറയുക, ഓഫ്ലൈൻ ക്ലാസ്സുകളിലൊക്കെ വിട്ടിട്ട് ഇപ്പോൾ നമ്മൾ ഓൺലൈൻ സ്റ്റഡീസൊക്കെ കൂടുതൽ ആൾക്കാരും ചൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എന്താണ്, എഡ്യൂക്കേഷനിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യണത് ഏതാണ്, നമ്മളെ സിസ്റ്റംസ് തന്നെയാണ് അല്ലേ. ഇപ്പോൾ ഫോൺ യൂസ് ചെയ്തിട്ടായാലും സിസ്റ്റംസ് യൂസ് ചെയ്തിട്ടായാലും നിങ്ങൾ എന്താണ് കൂടുതലും എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സിസ്റ്റംസാണ്. ബാങ്കിങ് നിങ്ങൾക്കറിയാം, നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഒരു അക്കൗണ്ട് ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ ഏതൊരു ഏരിയയിൽ പോയാലും, ഇപ്പോൾ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ഉണ്ട്, അപ്പോൾ നിങ്ങളത് എന്താണ് പറയുക, പട്ടാമ്പിയിലാണ് എടുത്തിരിക്കുന്നത്. പാലക്കാടുള്ള ഏത് സ്ഥലത്ത് പോയാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഡാറ്റ, അതിനെ കുറിച്ചുള്ള എന്തെങ്കിലും ഡാറ്റ ഇൻഫോർമേഷനോ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ പോയാൽ മതി. കാരണം എന്താ, സെൻട്രലൈസ്ഡ് സോഫ്റ്റ്വെയർസ് ആയിരിക്കും, എല്ലാ ബ്രാഞ്ചുകളും തമ്മിൽ കണക്റ്റഡ് ആയിരിക്കും. നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ഡാറ്റ ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് പറയാം, നമ്മൾ ഗൂഗിൾ മീറ്റ് അല്ലെങ്കിൽ സൂം പോലെയുള്ള ആപ്ലിക്കേഷൻ, അല്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ വീഡിയോ കോൾ ചെയ്യുന്നു, വോയിസ് കോൾ ചെയ്യുന്നു, അതൊക്കെ എന്താണ്, നമ്മുടെ കൂടുതൽ ഡെവലപ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഏരിയയിൽ വന്നുകൊണ്ടാണ്. അപ്പോൾ കമ്മ്യൂണിക്കേഷന് കൂടുതൽ വരുന്നുണ്ട്. ഹെൽത്ത് കെയർ നിങ്ങൾക്കറിയാം, കുറേ ഹെൽത്ത് കെയറിൽ എല്ലാ എക്യുപ്മെൻറ്റ്സും ഇപ്പം എന്താണ് കൂടുതലും സിസ്റ്റം ഓറിയൻറ്റഡ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ. പേഴ്സണൽ യൂസ്, നമുക്കൊരു പേഴ്സണൽ യൂസിന് നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യണം, ഒരു ഇമെയിൽ അയക്കണം. അപ്പോൾ നമ്മൾ എന്താണ് കൂടുതൽ യൂസ് ചെയ്യണത്, സിസ്റ്റം യൂസ് ചെയ്യുകയാണ് ചെയ്യണത്. മിലിറ്ററി ആൻഡ് ഡിഫെൻസിൽ നിങ്ങൾക്കറിയാം, മിലിറ്ററി ആൻഡ് ഡിഫെൻസിലൊക്കെ ഒരുപാട് യൂസേജ് ഈ സിസ്റ്റം ഡെവലപ്മെൻറ്റോട് കൂടി വന്നിട്ടുണ്ട്. ഇൻഷുറൻസ് കമ്പനിയുടെയൊക്കെ ലാർജ് സെറ്റ് ഓഫ് ഡാറ്റയൊക്കെ ആക്സസ് ചെയ്യാനും അതിനെ എന്താണ് അനാലിസിസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സിസ്റ്റംസാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഏരിയയിൽ നമ്മുടെ സിസ്റ്റംസ് കൊണ്ടുള്ള ഒരു യൂസ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഡീറ്റെയിൽഡ് നോട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് നോട്ട് ഉണ്ട്, അത് നിങ്ങൾക്ക് സെപ്പറേറ്റ് അയച്ചു തരുന്നതായിരിക്കും. ഇനി ഇതിൽ വരുന്ന അടുത്തൊരു ടോപ്പിക്ക്, സിസ്റ്റം ഡെവലപ്പ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും എന്താണെങ്കിലും എന്തുണ്ടാവും, എന്ത് അഡ്വാൻറ്റേജ് ആയാലും അതിനൊരു ഡിസഡ്വാൻറ്റേജ് ഉണ്ടാവും. അല്ല, അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് ആദ്യം നമുക്ക് നോക്കിയേക്കാം. ഏതൊക്കെയാണ്? മൾട്ടി ടാസ്കിങ് നിങ്ങൾക്കറിയാം, നിങ്ങൾ തന്നെ ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവും, ഒരു സിസ്റ്റം ഓപ്പൺ ആക്കിയിട്ട് അല്ലെങ്കിൽ ഫോണിൽ തന്നെ യൂട്യൂബിൽ ചിലപ്പോൾ പാട്ട് കേൾക്കുന്നുണ്ടാവും. ഇൻ ദ സെയിം ടൈമിൽ നിങ്ങൾ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും വാട്സപ്പിൽ ചാറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എന്താണ്, മൾട്ടി ടാസ്കിങ് ചെയ്യാൻ പറ്റും. മൾട്ടിപ്പിൾ ടാസ്കുകൾ അറ്റ് എ ടൈം ഒരു സിസ്റ്റത്തിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. സ്പീഡ് കൂടുതലാണ്. നിങ്ങൾ ഒരു വലിയൊരു കാൽക്കുലേഷൻ ചെയ്യുന്നതിനേക്കാളും അക്യുറേറ്റ് ആയിട്ട് ആര് ചെയ്യും, സിസ്റ്റം ചെയ്യും. അപ്പോൾ സ്പീഡ് കൂടുതലാണ് അല്ലേ. അതുപോലെ സ്റ്റോറേജ് കപ്പാസിറ്റി, നമുക്ക് എന്താ പറയുക, നമ്മുടെ ഒരു ചെറിയൊരു മെമ്മറിക്ക് കാൽക്കുലേഷനും ഇതൊക്കെ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ സ്പീഡിലും കൂടുതൽ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ ആർക്ക് പറ്റും, സിസ്റ്റത്തിന് പറ്റും. നെക്സ്റ്റ് എക്യുറസി എന്ന് പറയുമ്പോൾ അറിയാം, നിങ്ങൾ കൊടുത്ത സോഫ്റ്റ്വെയറിൽ എററൊന്നും ഇല്ലെങ്കിൽ സിസ്റ്റം കറക്റ്റ് ഡാറ്റ പ്രൊഡ്യൂസ് ചെയ്യും.
നമുക്ക് അറിയാം ഇപ്പോൾ സിസ്റ്റം ഹാൻഡിൽ ചെയ്യുന്ന ഒരു വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നതെന്നൊക്കെ അറിയാം. പക്ഷെ എന്തുണ്ട്, നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ തെറ്റായി കഴിഞ്ഞാൽ സിസ്റ്റം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ടും തെറ്റായിരിക്കും. അപ്പോൾ നമ്മൾ കറക്റ്റ് ഡാറ്റ കൊടുക്കുന്നു എന്നുള്ളതിലാണ് നമ്മളിവിടെ പറയുന്നത് എന്താണ്, നമുക്ക് അക്യുറസി കൂടുതലായിരിക്കും. ഓക്കെ, ഇനി ഡാറ്റ സെക്യൂരിറ്റി. നമുക്ക് പാസ്വേഡ്സ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഡാറ്റേനെ സെക്യൂർ ആക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പ് തന്നെ അറിയാം, നിങ്ങൾക്ക് ഫേസ് ലോക്കൊക്കെ വെച്ച് ഫേസ് ഒതൻറ്റിക്കേഷനൊക്കെ വെച്ചിട്ട് ലോക്ക് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് അല്ലേ. അപ്പോൾ എന്താണ്, നമുക്ക് കൂടുതൽ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാനുള്ള മെഷേഴ്സ് ഇതിലുണ്ട്. ഈ നമ്മളൊരു സിസ്റ്റത്തിൻ്റെ ഒരു ബെനിഫിറ്റാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ഏതാണ്, എന്താണെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കും, ഡിസഡ്വാൻറ്റേജും ഉണ്ടായിരിക്കും. അപ്പോൾ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ പ്രോബ്ലം എന്താ വരുന്നത്, റിഡക്ഷൻ ഇൻ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി. ഇപ്പോൾ നിങ്ങൾ അടുത്ത് കേട്ടിട്ടുണ്ടാവും, കുറച്ച് TCSലെ കുറേ 1000-ലും എബവ് ആൾക്കാരെ പിരിച്ചുവിട്ടു ജോലിയിൽ നിന്ന്. കാരണം അവരുടെ ജോബൊക്കെ ചെയ്യാൻ അവിടെ എന്തുണ്ട്, AI റോബോട്ടിക്സുകളൊക്കെ ഡെവലപ്ഡായി. അപ്പോൾ അവർ ചെയ്യുന്ന അത്രയും അക്യുറേറ്റ് ആയിട്ട് ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും, ജോലി പോകാനുള്ള ഒരു ചാൻസും കൂടിയിട്ടാണ് സിസ്റ്റത്തിൻ്റെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ പൊട്ടൻഷ്യൽ ലോസ് ഓഫ് പ്രൈവസി. നമുക്കറിയാം സിസ്റ്റം സെക്യൂരിറ്റി ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലും എന്തുണ്ട്, ഹാക്കേഴ്സ് ഉണ്ട്. ഹാക്കേഴ്സ് എന്ത് ചെയ്യും, ഇതൊക്കെ നമ്മൾ മെഷർ ചെയ്ത കാര്യങ്ങളൊക്കെ പൊട്ടിക്കാനുള്ള ക്യാപ്പബിലിറ്റി ഒക്കെ അവരുടെ ഹാക്കിങ്ങിനും ഉണ്ടായിരിക്കും. അപ്പോൾ അവരും എന്ത് ചെയ്യും, നമ്മുടെ ഡാറ്റേനെ കൂടുതൽ പ്രൈവറ്റ് ആയിട്ടുള്ള ഡാറ്റേനെയൊക്കെ ഹാൻഡിൽ ചെയ്യാനൊക്കെ അവരും നോക്കും, എടുക്കാൻ നോക്കും. ഓക്കെ, അപ്പോൾ എന്തൊക്കെ സെക്യൂരിറ്റി കൊടുത്താലും അതിലെന്തുണ്ട്, പൊട്ടൻഷ്യൽ ലോസ് ഓഫ് പ്രൈവസിയും കൂടിയും വരുന്നുണ്ട്. നെക്സ്റ്റ് വൈറസ് ആൻഡ് ഹാക്കിംഗ് അറ്റാക്സ്. ഇന്ന് ഞാൻ പറഞ്ഞു, വൈറസൊക്കെ നമ്മുടെ സിസ്റ്റത്തിലിടയ്ക്ക്, നമ്മുടെ സിസ്റ്റമല്ല, എത്രയോ വലിയ വലിയ ഓരോ സൈറ്റുകളൊക്കെ ഹാക്ക് ചെയ്തിട്ട് അവരുടെ ഡാറ്റ വന്നിട്ട് വീഡിയോ ഒക്കെ മാറി. ഇപ്പം നിങ്ങൾ കൂടുതലും കേട്ടിട്ടുണ്ടോ, ഫേസ്ബുക്കൊക്കെ ഓരോരുത്തരെ ഹാക്ക് ചെയ്തിട്ട് അവരുടേത് അല്ലാത്ത ഡാറ്റ ഓരോരുത്തരോട് പണം ചോദിക്കുന്നു. ഇപ്പോൾ സൈബർ അറ്റാക്കുകളൊക്കെ നടക്കുന്നുണ്ട് ഇല്ലേ. പോലീസാന്ന് പറയുന്നു, വിളിക്കുന്നു, നമ്മൾ എന്തോ തെറ്റ് ചെയ്തു, നിങ്ങൾ ഇന്ന എയർപോർട്ടിൽ വന്നിട്ടില്ലേ, അവിടെ വെച്ച് നിങ്ങളൊരു മിസ്റ്റേക്ക് ചെയ്തു. അറിയാത്ത ആൾക്കാരൊക്കെ എന്ത് ചെയ്യും, എത്ര പൈസ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിന് കേസിൽ നിന്ന് പിൻവലിക്കാം എന്നൊക്കെ പറഞ്ഞ് കോളൊക്കെ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനത്തെ കോളുകൾക്കൊന്നും, അൺവാണ്ടഡ് കോൾസിനൊന്നും എന്ത് ചെയ്യരുത്, റിപ്ലൈ കൊടുക്കരുത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്ര പൈസ വേണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോളുകളൊക്കെ വരുമ്പോൾ അത് ആർക്ക് കൊടുക്കുക, സൈബർ പോലീസിനോ അല്ലെങ്കിൽ നമുക്ക് അടുത്തുള്ള ബാങ്കിനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇൻഫോർമേഷൻ കൊടുക്കണം. അല്ലാതെ നേരിട്ട് ഇങ്ങനത്തെ അപകടങ്ങളിലൊന്നും ചെന്ന് പെടാൻ പാടില്ല. ഓക്കെ, അപ്പോൾ എന്തൊക്കെ സെക്യൂരിറ്റി കൊടുത്താലും എന്തുണ്ടായിരിക്കും, അവിടെ അറ്റാക്കിങ്ങിനൊക്കെ ചാൻസ് കൂടുതലാണ്. സൈബർ ക്രൈംസ്, അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്, സൈബർ ക്രൈംസിൽ വരുന്നതാണ് ഇതൊക്കെ. വേറൊരാളായിട്ട് പറയുക, സൈബർ പോലീസാന്ന് പറയുക, എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ നിന്നൊക്കെ കാശ് പോവുക. എത്രയോ ആൾക്കാർ ഞങ്ങളുടെ എന്താ പറയുക, ചില പ്രൊഫസേഴ്സ് വരെ പെട്ടുപോയിട്ടുണ്ട്. കാരണം ആളുടെ ഫ്രണ്ടാന്ന് പറഞ്ഞിട്ട് വിളിക്കുമ്പോൾ നമ്മളെന്താ വിളിക്കുക, ഫ്രണ്ടിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടൊക്കെ ആയിരിക്കും, ചിലപ്പോൾ വീഡിയോ കോൾ അടക്കം വരും എന്നാണ് പറയുന്നത്. അപ്പോൾ അതിലൊക്കെ നിങ്ങൾക്ക് എന്തുണ്ടാവണം, ഒരു ശ്രദ്ധിക്കണം, നിങ്ങൾ ഇങ്ങനെയൊക്കെ അപകടങ്ങൾ പുറത്തുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്, ഡിസഡ്വാൻറ്റേജസിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ അഡ്വാൻറ്റേജസ് ഉണ്ട്, അതുപോലെ എന്തുണ്ട്, ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് യൂണിറ്റ് 2 we can discuss in the next class. Thank you.